successfully we are back. Hello guys, നമ്മൾ കുറേ കാലമായില്ലേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ട്. എന്താ പറയുക, ഒരു ലോങ് വീഡിയോ ഇഷ്ടം പോലെ കാലമായി ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് നമ്മളൊരു സർപ്രൈസ് വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ വെയിലുണ്ട്, തണുപ്പുണ്ട്, കണ്ണും പൊളിക്കണ്ടേ, എന്തൊരു ക്ലൈമറ്റ് അത്. നമ്മൾ വാലന്റൈൻസ് ഡേ ഒക്കെ പ്രമാണിച്ച് കാക്കൂന് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാം എന്ന പരിപാടിയിലാണ്. അപ്പോൾ കാക്കു എനിക്ക് ഈ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ എനിക്ക് കുറേ സർപ്രൈസും ഗിഫ്റ്റും ഒക്കെ തന്നിക്കണം. കാക്കൂന് ഞാൻ കൊടുത്തിക്കണം, പക്ഷേ അങ്ങനൊരു ഭയങ്കര ഒരു വാവ് ഫാക്ടർ എന്നുള്ളതൊന്നും ഞാൻ ഇതുവരെയും കാക്കൂന് കൊടുത്തിട്ടില്ല, എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം കാക്കൂന് അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ മാത്രമേ ഉണ്ടാവുക. ഞാൻ ഒറ്റക്കാണ് പോണത്, നിങ്ങൾക്കറിയോ. ഞാനിവിടെ വന്നിട്ട് അങ്ങനെ ഒറ്റക്കങ്ങനെ പുറത്തൊന്നും പോവേ ഒറ്റക്ക് സാധനം മേടിക്കുക ഒന്നും ഞാൻ ചെയ്യാറില്ല. പോണ വഴിക്കതാ ഒരു കണ്ണാടി ആരോ ഉപേക്ഷിച്ചിട്ടതാണ്, നല്ല കണ്ണാടി. പറഞ്ഞു വന്നത് ഞാൻ ഇതുവരെ അങ്ങനെ ഒറ്റക്ക് പോയിട്ടില്ല. ഭയങ്കര കാക്കുൻ്റെ കൂടെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യാനല്ല കാക്കുൻ്റെ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അത്രയും ഞാൻ കാക്കുവിൽ ഭയങ്കര ഡിപ്പെൻഡൻറ്റിൻ്റെ അച്ഛന്നൊക്കെ പറയില്ല, അങ്ങനെയാണ്. അപ്പോൾ എന്താ ഇപ്രാവശ്യം ഞാൻ ഒറ്റക്ക്, അതും പൈസ ലിക്വിഡ് മണി ആണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, എന്തിനു വാങ്ങാനോ പൈസ കൊടുക്കുക പോരാ, അത്ര പരിപാടിയുള്ളൂ. പക്ഷേ ഞാനിപ്രാവശ്യം കാർഡാണ് ഉപയോഗിക്കുന്നത്. കാരണം എന്നിട്ട് അതിൻ്റെ പൈസയൊക്കെ കാക്കു കൊണ്ടുപോയി അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടോട് കാർഡ് ഉപയോഗിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനാണിങ്ങനെ മേടിക്കുന്ന കാര്യം കാക്കുവിനെ അറിയില്ല. ഞാൻ കാക്കുവിനോട് ഇല്ല എനിക്ക് കുറച്ച് പൈസ ആവശ്യമുണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് ആകെ ഉരുണ്ട് പറഞ്ഞു, എന്തിനൊക്കെ പൈസ അക്കൗണ്ടിലിട്ടാൽ പോലെ എന്നൊക്കെ പറഞ്ഞ് എനിക്കൊന്നും പറയാനും പറ്റാത്ത പോലായി. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു എന്തായാലും പഠിക്കണമല്ലോ. അപ്പോൾ ഇന്നങ്ങനെ കാർഡൊക്കെ യൂസ് ചെയ്ത് പേ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് ഇത്ര പേടിയെന്നറിയില്ല. നാട്ടിൽ ഇതിൽ ട്രെയിൻ പോകുന്നുണ്ട് കണ്ടോ. നാട്ടിലാവുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടില്ല, അതൊരു വിഷയമല്ല. ചിന്തിക്കുമ്പോഴത്തേനും ഞാൻ കടയിലെത്തിയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഇത്രയും ടെൻഷൻ അടിച്ചിട്ട് ഞാൻ അതിന് മുന്നേ ഒരു പർച്ചേസിനോ ഞാൻ പോയതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. എനിക്ക് അത്രയും ടെൻഷൻ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക, കാരണം ഇവിടെ ഒന്നാമത് ഫ്രഞ്ച് പീപ്പിളും കൂടി ആയതുകൊണ്ട് ഇനി ഫ്രഞ്ച് സംസാരിക്കുമോ ഇംഗ്ലീഷ് ഇവർ പറയില്ലേ, എനിക്കൊന്നും പറയാൻ കിട്ടൂലേ, നാണം കെടുവോ, ഇൻസെക്യൂരിറ്റിൻ്റെ അറ്റത്തിലിരുന്ന് കണ്ടാണ് ഞാൻ പോണത്. എന്തായാലും എന്തൊക്കെയോ പറയുന്നുണ്ട്, തണുത്തിട്ടാണെങ്കിൽ വയ്യ. പോയി നോക്കട്ടെ. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള പ്ലാനുണ്ട്. പേടിച്ചിട്ട് ഞാൻ ഇനി അതൊക്കെ മേടിക്കുമോ വാങ്ങാൻ മറക്കുമോ ഒന്നും എനിക്കറിയില്ല. അത് അടിപൊളിയായാൽ മതിയേനു. എന്തൊക്കെയാണ് കുറേ പ്ലാൻ ചെയ്യണമൊക്കെ ഉണ്ട്, അതൊക്കെ അതേപോലെ നടന്നാൽ മതിയേനു. അപ്പോൾ ഭയങ്കര ഹെവി എക്സ്പെൻസീവ് ഗിഫ്റ്റ് ഒന്നുമല്ല. കാക്കു എനിക്ക് തരുന്ന പോക്കറ്റ് മണി ഞാൻ എടുത്തുവെച്ച് കുറച്ച് പൈസ ഉണ്ട്, അതുകൊണ്ട് കിട്ടുന്ന എന്തെങ്കിലും ചെറിയ സാധനം. കാക്കുന് അങ്ങനെ ക്യൂട്ടായിട്ടുള്ള ചെറിയ സാധനത്തിലൊക്കെ ഭയങ്കര ഹാപ്പി ആവുന്ന ആളാണ്, അതുകൊണ്ട് നമുക്ക് പ്രശ്നമല്ല. അപ്പോൾ ഞാൻ പോട്ടെ. ഞാൻ ബാക്കിയുള്ള അപ്ഡേഷനൊക്കെ ഞാൻ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാം. എവിടെ പോണത്, എന്താ മേടിക്കുന്നത്, പിന്നെ കാക്കുൻ്റെ റിയാക്ഷൻ മൊത്തം ഞാൻ ഇതിൽ തന്നെ ഇടാം. ചിലപ്പോൾ അത് കുറച്ച് വലിയ വീഡിയോ ആയിരിക്കും, പക്ഷെ നിങ്ങളെല്ലാവരും ഇരുന്ന് കാണണേ. ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. മുഖത്തേക്ക് കാറ്റടിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ശരി, സ്റ്റേ ട്യൂൺ. ഫൈനലി നമ്മൾ തണുത്ത് കുറച്ചുകൂടെ എത്തിട്ടോ. തണുപ്പുണ്ടെങ്കിൽ ഒന്ന് സണ്ണിയാണ്, അതുകൊണ്ട് നമുക്ക് നല്ല വാമാണ്. സ്നോഫോളും കാറ്റും ഇല്ലെങ്കിൽ വലിയ പ്രശ്നമല്ല. സ്നോഫോളും വിൻഡും കൂടി ആയി കഴിഞ്ഞാലാണ് നമുക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അതിനെൻ്റെ നെറ്റൊക്കെ ടൈറ്റായിക്കണു. നമുക്കിനി അകത്തേക്ക് പോയി നോക്കാം. അതേപോലെ ഇതിൻ്റെ ഉള്ളിലെത്തിട്ടോ. അപ്പോൾ നമുക്ക് സമാധാനമായി, തണുപ്പൊക്കെ ഒന്ന് കുറഞ്ഞു, വാമായി. ഇതാണ് ഞാൻ. നമ്മൾ ആദ്യം എവിടേക്കാ പോകണം എന്നുള്ളതിനെ പറ്റി വലിയൊരു ഐഡിയ അല്ല, പക്ഷേ വാൾമാർട്ടിൽ പോയാലോ എന്ന് വിചാരിക്കുന്നത് ഞാൻ. ആദ്യം വാൾമാർട്ട് പോയേക്കാം.
അവിടുന്ന് എന്തെങ്കിലും ക്യൂട്ടായിട്ടുള്ള സാധനം കിട്ടുമോ നോക്കണം. പിന്നെ ഒരു കാക്കൂനൊരു ഡ്രസ്സ് എടുക്കണം. അപ്പോൾ ഡ്രസ്സ് ലാസ്റ്റ് എടുക്കാം. അപ്പോൾ എവിടെ കൂടെ വാൾമാർട്ട് ഇപ്പം അവിടെ ഉണ്ട്. അയ്യോ എനിക്ക് ടെൻഷനായിട്ട് പാടില്ല എൻ്റെ പഠിച്ചോനെ. ഞാൻ കാട്ടിലുണ്ടോ തോന്നും ഞാനെന്തോ മോഷ്ടിക്കാൻ പോണ പോലെ. ഇവിടെ ഓൾറെഡി കുറേ ഫ്ലവേഴ്സും ഒക്കെ പരിപാടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടോ നോക്ക്. എടുത്ത് കൊണ്ടുപോയാൽ മതി, അങ്ങനെ ആക്കി വെച്ചിക്കണം. എന്തൊക്കെ ഇനി വില കേട്ടാൽ നമ്മൾ നെട്ടും. അതാണ് ഇതിൻ്റെ വേറെ പരിപാടി. $16 ഈ കാട്ടുപൂവിന്. ഈശ്വരാ, ഞാനിന്ന് തൊലഞ്ഞത് തന്നെ. കുറേ ക്യൂട്ട് സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. I will show you. കണ്ടോ, എ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്. $25 ഈ ഫ്ലവറിന്. നമ്മളെ നാട്ടിൽ $20 പൂവ് വാങ്ങിക്കൊടുക്കാൻ മടിക്കുന്ന ഞാനാണ് ഇത്. നോക്കട്ടെ. ഇപ്പോഴും സത്യത്തിൽ എന്തൊക്കെ കറക്റ്റ് വാങ്ങണം എന്നുള്ള ഐഡിയ എനിക്കില്ല കേട്ടോ. പക്ഷേ നീണ്ട 25 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം എനിക്കൊരു വാലന്റൈനെ കിട്ടിയതാണ്. സോ ഐ ഹാവ് ടു ഡു സംതിങ് ഗുഡ്. അപ്പോൾ ആദ്യം നമ്മളിവിടെ വാൾമാർട്ട് ടൂറാണത്. ഉള്ളൊന്ന് വിസിറ്റ് ചെയ്യും. ക്രഷ് അടിക്കുന്ന എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ നമുക്ക് മേടിക്കാം. ഇങ്ങനത്തെ കുറേ കാർഡ്സ് ഉണ്ട് കേട്ടോ ഇവിടെ കുറേ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. അപ്പോൾ ബലൂൺ ഓൾറെഡി വീട്ടിലുണ്ട് കുറേ. അപ്പോൾ ബലൂണൊന്നും വേണ്ട, നമുക്ക് ഒരു കാർഡ് എടുക്കാം. പിന്നെ എനിക്ക് കാക്കുന് ഇതേപോലെ കത്ത് എഴുതുന്ന സ്വഭാവമുണ്ട്. അപ്പോൾ കാക്കുന് നല്ല ഭംഗിയുള്ള കവറിലൊക്കെ ഇട്ട് കൊടുക്കാമല്ലോ. നോക്കട്ടെ നല്ലത് ഏതെങ്കിലും കിട്ടുകയാണെങ്കിൽ. സ്പെഷ്യൽ ഒക്കേഷൻസ് അതൊക്കെ എന്താണ്? ടുഗദർ മേഡ് യു ലീവ് ഫുള്ളി ലവ്. ഇത് രസമുണ്ടല്ലേ, നല്ല ക്യൂട്ടായിട്ടില്ലേ? $7. മിസ്റ്റർ ആൻഡ് മിസ്സസ് അതൊന്നും വേണ്ട. നമുക്ക് വണ്ടർ സ്വീറ്റിങ് അത് വേറെ എന്തോ പരിപാടി ഉണ്ടാകും, നമുക്കത് വേണ്ട. സിമ്പതിയോ? ആർക്ക് സിമ്പതി? ഗുഡ് ലക്ക് വെഡ്ഡിങ് ഓരോന്നും എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടോ. സൺ ബർത്ത്ഡേ സെലിബ്രേഷൻ. ഞാനതൊന്ന് തപ്പിയിട്ട് ഞാൻ ഏതെടുക്കണേന്ന് കാണിച്ചിട്ടുണ്ട്. നമ്മൾ പൊതുവെ പെൺകുട്ടികൾ നമുക്ക് കിട്ടുന്ന കത്തൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് സൂക്ഷിച്ച് വെക്കും, നോർമലാണ്. പക്ഷേ ആൺപിള്ളേരങ്ങനെ സൂക്ഷിച്ച് വെക്കണം. എനിക്കങ്ങനെ അറിയില്ല. പക്ഷെ കാക്കു ഇതേമാതിരി എല്ലാം നല്ല വൃത്തിക്ക് സൂക്ഷിച്ച് വെക്കും ഞാൻ കൊടുക്കുന്ന കത്തിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് കാക്കൂന് കൊടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. കാരണം കാക്കൂന് ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സാധനങ്ങൾ. അപ്പോൾ നമ്മൾ വാല്യൂ ചെയ്യണവർക്ക് നമ്മളത് കൊടുക്കണമല്ലോ. അതാണല്ലോ അതിൻ്റെ ഒരു പരിപാടി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കാൻ തീരുമാനിച്ചത്. കേട്ടോ, നമ്മൾ ഇതേപോലത്തെ ഒരു എൻവലപ്പും അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു കാർഡും മേടിച്ചുക്കണം. ഓക്കെ, ഇവിടെ കുറേ ഉണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. സോ മെനി. ഹായ് ഗൈസ്, നമുക്കിനി ഇവിടുന്ന് പ്രത്യേകിച്ചൊന്നും വാങ്ങാം. നമുക്ക് ഫ്ലവറും വാങ്ങി ഇവിടുന്ന് രക്ഷപ്പെടാം. കൊള്ളാലോ. $39 വേണ്ട, കുറേ പരിപാടി ഉണ്ട് ഇവിടെ കേട്ടോ. നമുക്ക് പൂ നോക്കാം. പൂവിൻ്റെ കൂടെ കുപ്പി ഫ്രീ ആണോ? കുറേ ഉണ്ട്. ഞാൻ ഇതെടുത്തു. റോസിനെ കണ്ട് ബോറടിച്ചു. നമ്മളെ ലൈഫ് എപ്പോഴും കളർഫുൾ പോലെ, എല്ലാ പൂക്കളും പോലെ വർണ്ണശബളമായിരിക്കണം. സോ ഐ തോട്ട് ദിസ് വിൽ ബി ഗുഡ്. നമുക്ക് എന്തെങ്കിലും ചോക്ലേറ്റും എടുക്കാം, അതെനിക്ക് കഴിക്കാം. അതെന്നുണ്ട്. കിക്കാറ്റ് കാക്കൂന് ഭയങ്കര ഇഷ്ടമാട്ടോ. സോ ഒരു കിക്കാറ്റും ഒരു ഡയറി മിൽക്കും എടുക്കാം.
ഏറ്റവും ടഫസ്റ്റ് സിറ്റുവേഷൻ വരികയാണ്. നമ്മളിനി ഇത് ബില്ലാക്കാൻ പോവാണ്. അവിടെയാണ് നമ്മളുടെ ടാസ്കിന് വരുന്നത്. അയ്യോ എനിക്കറിയില്ല, ടെൻഷൻ അടിച്ച് ചാകാൻ ഞാൻ റെഡിയാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, ഞാനത് പോയി ബില്ലാക്കി വരട്ടെ. ജീവനോടുണ്ടെങ്കിൽ കാണാം. ബൈ ഗൈസ്. സക്സസ്ഫുള്ളി വി ആർ ബാക്ക്. ഞാൻ പേയ്മെൻറ്റ് ചെയ്തു. ഞാൻ എൻ്റെ ക്രെഡിറ്റ് കാർഡ് വെച്ച് പേയ്മെൻറ്റ് ചെയ്തു. ഐ എം സോ ഹാപ്പി. ഐ ഫീൽ സോ ഇൻഡിപെൻഡൻറ്റ് നൗ. പിന്നല്ല, ഇത് ഞാൻ എൻ്റെ സഞ്ചിയിലാക്കട്ടെ. ഓക്കെ, നമ്മളങ്ങനെ വിജയശ്രീ ലാളിതയായി ഇങ്ങനെ നടക്കുകയാണ്. കണ്ടോ, സഞ്ചിയിൽ പോയിട്ടിട്ട് പൂവിൻ്റെ സ്റ്റാൻഡേർഡ് കുറവുണ്ടല്ലേ. പക്ഷെ കാര്യമല്ല, ഇവിടെ കിട്ടുന്ന സഞ്ചിയല്ലേ. ഇതേ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ കേട്ടോ. പക്ഷെ വാൾമാർട്ടിലാണെങ്കിൽ നമുക്ക് ഈ സഞ്ചിനെ കിട്ടുള്ളൂ. സഞ്ചിക്ക് കുറേ പൈസ കൊടുക്കണേ ഈശ്വടാ. അപ്പോൾ നമ്മളിനി ഡ്രസ്സ് വാങ്ങാനായി അർബൻ പ്ലാനറ്റിൽ വന്നതാണ്. ഓക്കെ, സി ദർ ഇസ് എ ലോട്ട്. എലോട്ട് മീൻസ് എലോട്ട്. അപ്പം ഞാനിനി തപ്പട്ടെ. ഇതൊക്കെ നമ്മുടെ ഗേൾസിൻ്റെ സെക്ഷനാണ്. സോ പലതും നമ്മളെ പ്രലോഭിപ്പിക്കും ഇങ്ങനത്തെ അവസരങ്ങളിൽ. പക്ഷെ നമ്മൾ വീഴരുത്. നമ്മൾ രണ്ട് സൈഡിലേക്കും നോക്കാതെ ലക്ഷ്യത്തിലേക്ക് മാത്രം നോക്കി നടക്കണം. അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചു കൊടുത്ത് പൈസ എത്തൂല. മനസ്സിലായോ? ഒരു ബ്ലാക്ക് ടീഷർട്ട് എടുത്ത് കേട്ടോ. കാക്കൂന് അങ്ങനെ ബ്ലാക്ക് ടീഷർട്ടൊന്നും അങ്ങനെ കുറേ ഇല്ല. കാണുന്നുണ്ടോ നമുക്ക്? ഓ, കാണില്ലല്ലേ. ഉണ്ട്. അപ്പോൾ ഇനി പാൻറ്റ് നല്ലത് കിട്ടുകയാണെങ്കിൽ മേടിക്കും, അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു പോകും. ഗൈസ്, സക്സസ്ഫുള്ളി നമ്മൾ കാക്കൂനുള്ള ഡ്രസ്സൊക്കെ മേടിച്ചു. ഒരുപാടൊന്നുമില്ല, ഒരു 2-3 ടീഷർട്ട്സ്. ഭയങ്കര വിലൻ്റെ ഒന്നല്ല കേട്ടോ. ലൈക്ക് വാട്ട് ഐ ക്യാൻ അഫോർഡ് അങ്ങനെ. അപ്പോൾ നോക്കണം, ഞാൻ ഇതെല്ലാം കൂടി ഇടാനുള്ളൊരു ബോക്സ് കിട്ടുമോ നോക്കണം. അപ്പം അതിന് നമുക്ക് ബോക്സുകളുള്ളൊരു കടയിൽ പോവാം. അത് എവിടെയെന്ന് എനിക്ക് അറിയില്ല. നമുക്ക് താഴെ പോയി നോക്കാം. എന്നാൽ നമുക്കതെല്ലാം കൂടെ റാപ്പ് ചെയ്തൊരു ഗിഫ്റ്റ് പോലെ കൊടുക്കാമല്ലോ. മാക്സിൽ പോയാൽ കിട്ടും, പക്ഷെ അവർക്ക് ഇനി കുറച്ച് നടക്കണം. എനിക്കാവൂല നടക്കാമെന്ന് വിചാരിച്ചിട്ടാ. ഇവിടെ തന്നെ ഒക്കെ ഉണ്ടെങ്കിൽ സുഖമില്ലേ. ഗൈസ്, ഈ പെട്ടിയിലൊക്കെ കടലമുട്ടായി മാത്രമേ പാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വലിയ പെട്ടിക്ക് എല്ലാവരും കൊണ്ടുപോയി തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എവിടുന്നേലും വർണ്ണശബളമായ ഒരു സഞ്ചി സംഘടിപ്പിക്കാം. അവിടെ കുറേ സഞ്ചികളുണ്ട്. ഒന്ന് മൊത്തം കറങ്ങി നോക്കട്ടെ പെട്ടി ഉണ്ടോ എന്ന്. പെട്ടി ഉണ്ടെങ്കിൽ പെട്ടി എടുക്കാം, ഇല്ലെങ്കിൽ സഞ്ചി എടുക്കാം. പബ്ലിക്കിൽ സംസാരിക്കാനുള്ള മടി കൊണ്ടാട്ടോ ഞാനിങ്ങനെ മെല്ലെ സംസാരിക്കണത്. ഞാൻ ഈ ഒരു കവർ വാങ്ങിയിട്ടോ. പെട്ടിയൊന്നും ഇവിടെ അല്ല. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഇവിടെ ഉണ്ടോ നോക്കട്ടെ. കൊണ്ടോ നിറയെ ബുക്കുകൾ, പെൻസിൽ, ഭംഗിയുള്ള ഡയറി, അങ്ങനെ എന്തെങ്കിലും വെറൈറ്റി സാധനങ്ങളുണ്ടോ നോക്കട്ടെ കേട്ടോ. ഇതേതോ ഒരു വാലന്റൈൻസ് ഡിപ്പാർട്ട്മെൻറ്റാന്ന് തോന്നുന്നു. മൊത്തം ചുവന്ന മയം. ഫൈനലി നമ്മളെല്ലാ സാധനങ്ങളും വാങ്ങിയിരിക്കുന്നു. ഇതെന്താണ് പട്ടിക്കൂടോ? നമ്മൾ കേക്കൊന്നും മേടിക്കുന്നില്ല. അത്രയും വിചലംബിച്ച പരിപാടിയൊന്നും അല്ല കേട്ടോ. നമ്മളത് ചെറിയ പരിപാടിയാണ്. ഫൈനലി നമ്മൾ എല്ലാം മേടിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഐ ഡോണ്ട് റിമെമ്പർ. എനിക്കൊന്നും ഓർമ്മയൊന്നും കിട്ടുന്നില്ല. അത് മേടിക്കണം ഇത് മേടിക്കണം അങ്ങനെ പ്ലാനൊന്നും ഉണ്ടായില്ല. കണ്ടിഷ്ടമാണ് കുറച്ച് സാധനങ്ങൾ മേടിക്കണം. മെയിനായിട്ട് ഫ്ലവർ മേടിക്കണം, കാക്കുവിന് എന്തെങ്കിലും ഡ്രസ്സ് മേടിക്കണം. ഇതേനു അതൊക്കെ ഞാൻ മേടിച്ചിക്കണു. കേക്കൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. കാരണം അത്രയും വിചലംബിച്ചൊരു പരിപാടിയല്ല ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തിരിക്കണത്. കാരണം ഇവിടെ കേക്കൊക്കെ കിട്ടണമെങ്കിൽ സെപ്പറേറ്റ് കേക്കിൻ്റെ തന്നെ ഷോപ്പിൽ പോകണം. അതെവിടെയെന്നൊന്നും എനിക്കറിയില്ല. കുറച്ച് ദൂരമായിരിക്കും. പിന്നെ ഇവിടെ കിട്ടുന്ന കേക്ക് നമുക്കൊന്നും എഴുതിപ്പിക്കാനൊന്നും പറ്റില്ല. പിന്നെ ചീസ് കേക്കാണ് ഇവിടെ പൊതുവെ എല്ലായിടത്തും ഉണ്ടാവുക. എനിക്കാണെങ്കിൽ സാധനം ഇഷ്ടമല്ല ചീസ് കേക്ക്. എനിക്ക് സാധാരണ നമ്മളുടെ മറ്റേ സ്പഞ്ച് കേക്കല്ലേ, അതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ വാങ്ങാൻ നിന്നില്ല. നമുക്കതുകൊണ്ട്
ഞാനൊരു മഫിൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ മഫിൻ കട്ട് ചെയ്ത് ആഘോഷിക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതൊരു വാലന്റൈൻ അങ്ങനെയൊന്നുമല്ല. ഇതൊരു എന്താ പറയുക, എൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, എൻ്റെ ഒരു എന്താ പറയുക, അതന്നെ അത് കാണിക്കുന്നൊരു സംഭവമായിരിക്കും. അങ്ങനെ നമ്മൾ പോയി വന്നു. എനിക്ക് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഇത്രയും വർഷത്തിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരു വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് കൊടുക്കേ വാങ്ങേ ഒന്നും ചെയ്തിട്ടില്ല. ലാസ്റ്റ് ഇയർ കല്യാണം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇയറാണ് എനിക്ക് കാക്കു ഇതേപോലെ, കാക്കു ഇവിടെ ഞാൻ അവിടേനു, കാക്കുൻ്റെ അനിയത്തിൻ്റെ അടുത്ത് ഒക്കെ പറഞ്ഞ് അറേഞ്ച് ചെയ്ത് എനിക്ക് സർപ്രൈസൊക്കെ തന്നിരുന്നു. പക്ഷേ ഞാനത് ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായില്ല. കാരണം ഞാൻ പറഞ്ഞു നമുക്ക് ഫെബ്രുവരി ആണ്, അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് അങ്ങനത്തെ ഒരു ആഘോഷം അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രേമൊക്കെ ലവൊക്കെ നടന്നിട്ടുണ്ട്, പക്ഷെ ആ സമയത്ത് ഇങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടായിട്ടുണ്ടായില്ല. അപ്പോൾ നമുക്ക് ബോദർ ചെയ്യണില്ല അങ്ങനെ ഒരു പരിപാടി വരുന്നുണ്ട്, ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടും കൊടുക്കും അങ്ങനെ ഒന്നും ബോദർ ചെയ്തിട്ടുണ്ടായില്ല. പക്ഷെ എനിക്ക് ഫസ്റ്റ് ഒരാളെ സ്നേഹത്തോടെ തന്നത് കാക്കുവാണ് ലാസ്റ്റ് ഇയർ. അപ്പോൾ ഇപ്പം നമ്മൾ ആനിവേഴ്സറിക്കാണെങ്കിലൊക്കെ കാക്കുവാണ് എനിക്കെപ്പോഴും തരാറ് എല്ലാം. ഞാനൊന്നും കാക്കുവിന് കൊടുത്തിട്ടില്ല. ഒന്നാമത് എനിക്ക് പറ്റിയിട്ടില്ല, കാരണം ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് വർക്കിന് പോയിട്ടൊന്നുമില്ല, എൻ്റെ കയ്യിൽ പൈസ വേണ്ടേ. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള കാര്യം. പിന്നെ ഇവിടെ വന്നിട്ടാണെങ്കിലും ഞാൻ കാക്കുവിൻ്റെ കൂടെ അങ്ങനെ പോവാന്നല്ലാണ്ടോ ഒരു കാര്യം ഒറ്റയ്ക്ക് ചെയ്ത് കണ്ടോ ഒന്നും എനിക്ക് ഒരു ശീലമില്ല. നാട്ടിലാണെങ്കിൽ എന്തും ലൈക്ക് അങ്ങനത്തെ ഒരു ഫിയറേ ഇല്ല. നമ്മളെല്ലാം ഉപ്പല്ലാത്ത കുട്ടിയായതുകൊണ്ട് നമ്മളെല്ലാം ഒറ്റയ്ക്ക് തന്നെ ചെയ്ത് ശീലമായി. ഇമ്മച്ചി അങ്ങനെ പണ്ടേ ശീലിപ്പിച്ചു. അതുകൊണ്ട് നാട്ടിലിപ്പോൾ നമുക്ക് എന്ത് തലമറിക്കണ കേസാണെങ്കിലും നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ടേ എനിക്ക് തോന്നാറില്ല. ഇവിടെ അങ്ങനെയല്ല, പോകണം. ഒന്നാമത് ഇവിടെ ഫ്രഞ്ച് പ്രൊവിൻസിലാണ് ഞങ്ങളുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയും, പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര ഇംഗ്ലീഷ് അറിയില്ലേ, ഇനി എൻ്റെ അടുത്ത് ഫ്രഞ്ച് സംസാരിക്കുമോ, നാണം കേടുമോ, എനിക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റൂലേ, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ തലയിൽ കൂടെ അങ്ങനെ പോവും. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ, ഒറ്റയ്ക്ക് പോയിട്ട് ഞാനിതൊക്കെ ചെയ്യോ അങ്ങനെ. അതുകൊണ്ട് തന്നെയാണ് കാക്കുൻ്റെ അടുത്ത് ഈ പൈസ വെക്കണ്ട, ഈ എന്തെങ്കിലുമൊക്കെ പോയിച്ച് മേടിക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ പോയി മേടിച്ചോണ്ട്. പക്ഷെ ഇത് കാക്കുനെ അറിയില്ല കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നു മെസ്സേജ് തന്നിട്ടുണ്ടാവും ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട്, അത് ക്ലിക്ക് കറണ്ട്. അപ്പോൾ എന്താ ഈ പെണ്ണി മേടിച്ച് കൂട്ടണമെന്ന് ആലോചിക്കുന്നുണ്ടോ എന്താ എനിക്കറിയില്ല. ഇതുവരെ എൻ്റെ അടുത്ത് ഒരു സർപ്രൈസ് ഒന്നും കിട്ടാത്തതുകൊണ്ട് കാക്കു എക്സ്പെക്റ്റ് ചെയ്യണില്ലേ അതൊന്നും എനിക്കറിയില്ല. അപ്പോൾ എന്തൊക്കെയോ കുറേ പറയുന്നുണ്ട്. ഇത് ബേസിക്കായിട്ട് കാക്കുവിന് എനിക്ക് എൻ്റെ ഒരു സ്നേഹം ലൈക്ക് നമ്മളുടെ ഒരു എന്താ പറയുക അങ്ങനത്തെ അതങ്ങനെ കൊടുക്കണം ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ്. അല്ലാണ്ട് അതിൻ്റെ അപ്പുറത്ത് വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് ഇത് ചെയ്യുക അങ്ങനെയൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഇവിടെ 12-ാം തീയതിയാണ്. അപ്പോൾ ഇന്നാണ് ഞാൻ കാക്കുവിന് സർപ്രൈസൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. 14-ാം തീയതി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാലന്റൈൻസ് ഡേ മൂഡ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ എനിക്ക് ഇന്ന് വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഡേറ്റിന് പോസ്റ്റ് ചെയ്യും ചെയ്യാമല്ലോ. അപ്പോൾ ഇപ്പോൾ കറക്റ്റ് ഇങ്ങനെ സമയവും കാര്യങ്ങളും വന്നു. എനിക്ക് ഇപ്പോഴാണ് എൻ്റെ അക്കൗണ്ടും കാര്യങ്ങളും എല്ലാം ശരിയായത്, ഞാനൊന്ന് പഠിഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പോയി ഇതൊക്കെ ചെയ്തത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിന് മുന്നേ ചെയ്തേനെ, അല്ലെങ്കിൽ ഇപ്പോൾ റെഡി ആയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇതിന് ശേഷം ചെയ്തേനെ അങ്ങനെ. അപ്പോൾ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഞാൻ മേടിച്ചിട്ടില്ല. കാരണം ഞാനിങ്ങനെ കാക്കു എനിക്ക് തന്നെ പോക്കറ്റ് മണി ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ആ ഒരു പൈസയും കൊണ്ട് വാങ്ങിയത്. പിന്നെ കാക്കു ആണെങ്കിലും ഭയങ്കര എക്സ്പെൻസീവ് സാധനങ്ങളിൽ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിട്ട് വാവ് അങ്ങനെയൊന്നും ഉള്ള ഒരാളൊന്നുമല്ല. ഞാനൊരു പേപ്പറിൽ എന്തെങ്കിലും 4 വരി എഴുതി കൊടുത്താലോ അല്ലെങ്കിൽ ഒരു ലോങ് മെസ്സേജ് അയച്ചാൽ തന്നെ ഭയങ്കര ഹാപ്പി ആവുന്ന ആളാണ്. പെൺകുട്ടികളെ പോലെ തന്നെ ചെറിയ കാര്യങ്ങളിൽ ഭയങ്കര ഹാപ്പിനെസ് കണ്ടെത്തുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി ഇതിഷ്ടാവൂലേ അതിഷ്ടാവൂലേ അങ്ങനെയൊന്നുമില്ല. കാക്കു നമ്മളെടുക്കുന്ന എഫേർട്ടിനെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ വാല്യൂ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര കാര്യമാണല്ലോ. അപ്പോൾ കാക്കു അങ്ങനെ വാല്യൂ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. എന്താ പറയുക, ഞാൻ എന്തൊക്കെയോ കുറേ സംസാരിക്കുന്നുണ്ട്. ചിലപ്പോൾ എന്ന് വെച്ചാൽ കാക്കു വന്ന് ഇതൊക്കെ കൂടെ സെറ്റ് ചെയ്തൊക്കെ ആകെ കൂടെ ചിലപ്പോൾ എനിക്കൊന്നും പറയാൻ കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അതിങ്ങനെ എടുക്കുന്നത്. ഇത് എന്താ ഈ വീഡിയോ കംപ്ലീറ്റ്ലി കാക്കുവിന് വേണ്ടിയിട്ടുള്ളതാണ്. എനിക്ക് കാക്കുവിൻ്റെ അടുത്തുള്ള സ്നേഹവും ഗ്രാറ്റിറ്റ്യൂഡും എന്താ പറയുക എല്ലാം നന്ദിയും കാര്യങ്ങളൊക്കെ അറിയിച്ചു കൊണ്ടുള്ളൊരു വീഡിയോ. കാരണം എനിക്ക് എൻ്റെ എൻ്റയർ ലൈഫിൽ കാക്കു എനിക്ക് ചെയ്തു തന്ന പോലെ എനിക്ക് ആരും ഇതുവരെയും ചെയ്തു തന്നിട്ടില്ല. ഞാൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്, ടു ബി വെരി ഹോണസ്റ്റ്. എനിക്ക് ഭയങ്കര മൂഡ് സ്വിങ്സും ഭയങ്കര ആറ്റിറ്റ്യൂഡ് പ്രശ്നങ്ങളും ഭയങ്കര ജാടിയും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അത് എൻ്റെ ലൈഫിൽ ഞാൻ ജീവിച്ചു വന്നൊരു ജീവിതത്തിൻ്റെ ഒരു പ്രശ്നമായിരുന്നിരിക്കാം, എൻ്റെ പാസ്റ്റിലുണ്ടായ കുറേ കാര്യങ്ങളായിരുന്നിരിക്കാം, എല്ലാം നമ്മൾ എഫക്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാരണം കൊണ്ട് എനിക്ക് എന്നെ ഒരാൾ ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ സ്റ്റാർട്ടിങ്ങിലൊക്കെ കാക്കുവിന് ആ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നിരിക്കണം. കാരണം
നമ്മളങ്ങനെ ഒരുപാട് കാലത്ത് പരിചയം ഉണ്ടായി കല്യാണം കഴിച്ച ആളുകളൊന്നും അല്ലല്ലോ. പക്ഷേ അത് കാക്കു അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട്, ഞാൻ പോലും കാക്കുവിനെ ഹാൻഡിൽ ചെയ്യണ കണ്ടിട്ട് ഇയാൾ കൊള്ളാലോ അങ്ങനെ വിചാരിച്ച സിറ്റുവേഷൻസ് ഉണ്ട്. കാക്കു അത്രയും കാക്കുവിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, കാക്കുവിനെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. എന്നെ ആണെങ്കിലും ഇപ്പം എൻ്റെ ഉമ്മച്ചിനെ ആണെങ്കിലും അനിയത്തിനെ ആണെങ്കിലും കാക്കുവിനെ ആണെങ്കിലും ലൈക്ക് എൻ്റെ ബ്രദർ എല്ലാവരടുത്തും കാക്കുവിന് ഭയങ്കര സ്നേഹവും കരുതലും ഒക്കെയാണ്. നമ്മളൊരിക്കലും ഒരു എക്സ്ട്രാ പീസായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാക്കുവിനെ ആണെങ്കിലും ഇപ്പം ഇവിടുത്തെ വീട്ടിലാണെങ്കിലും എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഫീൽ ചെയ്തിട്ടില്ല. അതൊക്കെ ലൈക്ക് ഞാൻ പറയാം ഒരുപാട് ബ്ലെസ്ഡ് ആണ് ഞാൻ ഈ ഒരു ലൈഫിൽ. അപ്പോൾ അതിൻ്റെ ഒരു താങ്ക് യു നോട്ട് പോലെ ആയിരിക്കും എൻ്റെ ഈ ഒരു വീഡിയോ. നമുക്ക് ഈ ബാക്ക് ദേഷ്യം വിട്ടിട്ടുണ്ട്, ബോറടിക്കണമെങ്കിൽ സ്കിപ്പ് അടിക്കട്ടോ. അതൊക്കെ ഞാൻ കാക്കുവിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് എടുക്കുന്ന ഒരു പരിപാടിയാണ്. പിന്നെ അത് നമ്മൾ കാക്കു ആയിക്കോട്ടെ അവിടുത്തെ ഫാമിലി ആയിക്കോട്ടെ എല്ലാവർക്കും എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹവും എൻ്റെ അത്രയും കാലത്ത് എൻ്റെ ഫാമിലിയിൽ നിന്ന് പോലും കിട്ടാത്തത്രയും പ്രയോറിറ്റീസും കാര്യങ്ങളും എനിക്ക് കിട്ടിയിരിക്കുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ്. അത് കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര എസ്പെഷ്യലി ഇപ്പോൾ ഭയങ്കര സ്കെയറി ആയിട്ടുള്ള കാര്യമാണ്. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ലൈഫിൽ ആരും കല്യാണം കഴിക്കൂല എന്നൊക്കെ ഡിസിഷൻ എടുത്തിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷേ നമ്മൾ കറക്റ്റ് സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഇത്രത്തോളം ഭംഗിയുള്ള ഒരു പരിപാടി വേറെ ഇല്ല. ഇറ്റ്സ് ദാറ്റ് മച്ച് ബ്യൂട്ടിഫുൾ. അത് നമുക്ക് കുറച്ച് സമയം എടുക്കും നമ്മളത് റിയലൈസ് ചെയ്യാനും. നമ്മൾ കറക്റ്റ് ആളെ എത്തണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഫെയ്ത്ത് അങ്ങനെ പറയല്ലാണ്ട് നമുക്കൊന്നും വരത്തില്ലല്ലോ. സോ ഇനി ഞാൻ കുറേ എന്തൊക്കെയാ പറയുന്നത്, കാരണം എനിക്ക് എന്തൊക്കെയാ പറയണമെന്നുണ്ട്, ഒന്നും കിട്ടുന്നില്ല. ഞാൻ കുറേ പറയാൻ വേണ്ടി ഇങ്ങനെ മനസ്സിൽ ഓർത്തൊക്കെ വെച്ചിരുന്നു, പക്ഷെ എനിക്കൊന്നും പറയാനൊന്നും കിട്ടുന്നില്ല. അപ്പോൾ കാര്യമായിട്ട് അങ്ങനെ ഭയങ്കര ഹെവി പരിപാടിയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല കേക്കൊന്നും കാര്യങ്ങളൊന്നും മേടിച്ചിട്ടൊന്നുമില്ല. ഒന്നാമത് ആദ്യമൊക്കെ ഭയങ്കര കേക്ക് പേഴ്സൺ ആയിരുന്നു, ഇപ്പം അത്ര കേക്ക് പേഴ്സൺ അല്ല. പിന്നെ മധുരം അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടാളും അത്യാവശ്യം മധുരം കഴിക്കും, കാക്ക കുറച്ച് അധികം കഴിക്കും. അപ്പോൾ പിന്നെ വേണ്ട മനഃപൂർവ്വം അത് ഒഴിവാക്കി. പിന്നെ വേറെ റീസൺസ് ഉണ്ട്. ഇവിടെ നമുക്ക് കേക്ക് അങ്ങനെ നമ്മൾ നാടത്തെ പോലെ അങ്ങനെ കിട്ടണമൊന്നുമില്ല. പിന്നെ അതിന് ഇനി വേറൊരു ഷോപ്പ് പോകണം, എനിക്ക് വയ്യ അതിന് പോകാൻ. അങ്ങനെയും കുറേ എലമെൻറ്റ്സ് ഉണ്ട് കേട്ടോ. ചെറിയ ക്യൂട്ട് കേക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ മേടിക്കുക എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു, ഏറ്റവും ചെറുത്. പക്ഷെ അങ്ങനെയൊന്നും ഞാൻ പോയടത്തൊന്നും കിട്ടിയില്ല. ഇനി വേറൊരു കടയിലേക്ക് പോകാൻ, കാരണം ഇതെല്ലാം ഞാൻ തന്നെ താങ്ങി പിടിച്ച് കൊണ്ടുവരണ്ടേ. വണ്ടിയൊന്നുമില്ല, നടന്നാ വരണേ. അത് ഭയങ്കര ഒരു സമാധാനമായിട്ട്. നമ്മൾ നിൽക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു 10 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ മുകളിലെത്തും. അതുകൊണ്ട് അത് കുറച്ച് ഈസിയാണ്. ബസ്സും വണ്ടിയും കയറി പോവുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു പരിപാടി ചിന്തിക്കുകയേ വേണ്ട, ഞാൻ പോവേ ഇല്ല. കാരണം ഞാൻ ബസ്സിൽ ഇതുവരെ ഇവിടുന്ന് പോയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ല പരിപാടി. അതുകൊണ്ട് എന്നാലും ഒരുവിധം ഞാൻ വിചാരിച്ച സാധനങ്ങളൊക്കെ കിട്ടി, ഒരുപാടൊന്നുമില്ല, ആഗ്രഹിച്ച സാധനങ്ങളൊക്കെ കിട്ടി എന്നതാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ഞാനിനി കാക്കൂന് എനിക്കൊരു കത്തൊക്കെ എഴുതണം. ലവ് ഇസ് ക്രിഞ്ച് ബട്ട് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ റെഡി ആക്കട്ടെ. കാക്കു വരാൻ ഒരുപാട് സമയമുണ്ട് ഇനിയും. പക്ഷെ എന്നാലും ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി അടിപൊളിയാക്കി കാക്കു സർപ്രൈസ് ആവും എന്താവും. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു ഇപ്പോൾ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനിയുള്ള വീഡിയോ ഞാനിത് സെറ്റ് ചെയ്യണ വീഡിയോ പറ്റുകയാണെങ്കിൽ എടുക്കാം, സെറ്റ് ചെയ്യാം മാത്രമൊന്നുമില്ല. പക്ഷേ സ്റ്റിൽ നമുക്ക് എസ്തറ്റിക്കായിട്ട് എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് എടുക്കാം. പിന്നെ കാക്കുവിൻ്റെ റിയാക്ഷനും എടുക്കാം. അത്രേ ഉള്ളൂ ഉണ്ടാവും അന്നത്തെ വീഡിയോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അല്ലാതെ ഇപ്പോഴല്ലേ ലാസ്റ്റ് ആണല്ലോ പറയണത്. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ചാനൽ. ഒരു മെച്ചമല്ലോ, വെറുതെ വീഡിയോ ഇടാൻ എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ വേണ്ട. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാലല്ലേ ഞങ്ങൾക്കൊരു സന്തോഷമുള്ളൂ പുതിയ വീഡിയോസ് ഇടാൻ. ആരും കാണാനില്ലാത്തടത്ത് വീഡിയോ ഇടാൻ ആർക്കും താല്പര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഓക്കെ, ഞാൻ വരാം. സോ ലേറ്റ് ഉണ്ടോ? ഇസ് ദാറ്റ് ഇനഫ്? ഞാനൊരു ചുരിദാറൊക്കെ ഇട്ടിക്കണം കേട്ടോ. അത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇവിടെ വന്നിട്ട് ഇത്രയും കാലമായിട്ട് ഞാൻ അത് ഇട്ടിട്ടില്ല. കാരണം ഇതൊക്കെ ഇട്ട് പുറത്തു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിങ്ങനെ വേറെ അങ്ങ് നിൽക്കും. അപ്പോൾ എനിക്കത് അത്ര ഇഷ്ടമല്ല, കുറച്ച് ഡിസ്കംഫർട്ടാണ്. സോ അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ പൂവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ഞാൻ അതിൽ കാക്കൂന് ഒരു മെസ്സേജൊക്കെ എഴുതി, ഇതാണ്ടോ കാർഡ്, ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ. ഈ കാർഡിൽ ഇട്ട് നമുക്ക് ഇതിവിടെ വെക്കാം, ഇങ്ങനെ വെക്കാം. അപ്പോൾ കുറച്ച് ഭംഗിയുണ്ടാവും. പിന്നെ ഇതുണ്ടോ എക്സോൻ്റെ ഒരു സാധനം, ഒരു ക്യൂട്ട് സാധനം, അതെനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ അതേപോലെ വാങ്ങിയതാണ്. കേക്ക് ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കണ്ട. ഐ ഹാവ് എ മഫിൻ, ലൈക്ക് ഇറ്റ്സ് ലൈക്ക് കേക്ക്, നോ?
ഞാൻ വിചാരിച്ചു ഇതിൻ്റെ മേലെ ഒരു ക്യാൻഡിലൊക്കെ കുത്തി കട്ട് ചെയ്ത് കഴിക്കാം. ഇത് എൻ്റെ ബർത്ത്ഡേക്കോ ഞങ്ങൾ ആനിവേഴ്സറിക്കോ ഒക്കെ കാക്കു മേടിച്ച ക്യാൻഡിലാണ്. പക്ഷെ അത് അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ യൂസ് ചെയ്തിട്ടില്ല, മറന്നുപോയി തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഇപ്പോൾ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ തന്നെ കത്തിച്ച് വെക്കുന്നില്ല, കാരണം കാക്കു വരുമ്പോഴത്തേന് ചിലപ്പോൾ തീർന്നു പോകും. ഇവിടെ അത്യാവശ്യം ലൈറ്റൊക്കെ ഉണ്ട്. ഇത് ഇവിടെ നിൽക്കുന്നുണ്ടോ നോക്കാം. അത് ഇനി പണി കിട്ടുമോ എന്താ അറിയില്ല. യാ ഇറ്റ്സ് വർക്കിംഗ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ സാധനങ്ങൾ ഇവിടെ ഒട്ടിച്ച് വെക്കാം. എന്നാൽ പിന്നെ കാക്കു വരുമ്പോൾ വല്ല കത്തിച്ചാൽ മതിയല്ലോ, അല്ലെങ്കിൽ ആകെ ഹറിബറിയാവും. അപ്പം ഞാനിതെല്ലാം ഒന്നിങ്ങനെ വല്ല അവിടെ ഇവിടെയൊക്കെ കുത്തിവെച്ച് സെറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് ബോറടിക്കും. പിന്നെ ഇതാണ് നമ്മുടെ ഫ്ലവർ, കണ്ടോ നല്ല ഭംഗിയില്ലേ. ഇത് ഈ സാധനം വെച്ചിട്ട് ഹൈഡ് ആയിക്കണം, പക്ഷെ നല്ല നല്ല ഭംഗിയുള്ള കുറേ ഫ്ലവേഴ്സാണ്. പിന്നെ സ്മെല്ലും ഉണ്ട്. പൊതുവെ ഇങ്ങനെ വാങ്ങുന്ന ഫ്ലവറിന് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇത് വയ്ക്കാം. പിന്നെ ഇതിലാണ് നമ്മളുടെ ഡ്രസ്സും പിന്നെ 2 ചോക്ലേറ്റും ഉണ്ട്. അത് നമുക്ക് ഇവിടെ വെക്കാം, ഇവിടെ എവിടെയെങ്കിലും വെക്കാം. കാക്കു വരുമ്പോൾ കണ്ടോളും, വേറൊന്നുമില്ല. പിന്നെ ഇതൊക്കെ ഇവിടെ ഓൾറെഡി ഉള്ള ബലൂൺസ് ആട്ടോ. ഇതൊക്കെ നമുക്കൊരു ഭംഗിക്ക് ഞാൻ റൂമിൽ നിന്ന് എടുത്തു കൊണ്ടുവന്നതാണ്. അത് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. വെരി സിമ്പിൾ പരിപാടിയാണ്. ഇറ്റ്സ് നോട്ട് എ ബിഗ് പരിപാടി. കാക്കു കമ്പനിയിൽ നിന്ന് പോന്നിക്കണോ, എനിക്ക് വിളിച്ചിനും പുറപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. ഞാനപ്പോൾ കാണിച്ചുതരാം. ഇവിടെ ഇങ്ങനെ കുറച്ചൊക്കെ സെറ്റ് ചെയ്ത് വെച്ചുക്കണോ. ലൈറ്റൊക്കെ കത്തി മറ്റേ പൂരപ്പറമ്പൊക്കെ ചെന്നൊരു പരിപാടിയാണ്. ഇറ്റ്സ് ലൈക്ക് ബട്ട് എനിക്കിവിടെ വേറൊന്നും ഇല്ല ചെയ്യാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ മതി. എന്തൊക്കെയാണ് എനിക്കിങ്ങനെ തോന്നുന്നുണ്ട്. 2 മെഴുത്തിരിയും 2 ചോക്ലേറ്റും 1 റോസാപ്പൂവും വാങ്ങിയിട്ടുള്ളൂ. അതിനാണ് എനിക്ക് ഇത്രയും എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ ഞാൻ കാക്കു ഒരു 20 മിനിറ്റൊക്കെ എടുക്കും ഇവിടെ എത്താൻ. ഏകദേശം ഒരു 11:45 ആകുമ്പോഴത്തേനും എത്തും. അപ്പോൾ ഞാൻ ആ സമയമാകുമ്പോഴത്തേനും ഇവിടെ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് ലൈറ്റൊക്കെ കത്തിച്ച് പൂവൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കണം എന്നാണ് വിചാരിക്കുന്നത്. രാത്രി ആയതുകൊണ്ട് ലൈറ്റൊന്നും ഇല്ല, സത്യത്തിൽ ഭയങ്കര കുറവാണ്. റൂമിലാണെങ്കിൽ നല്ല ലൈറ്റാണ്. ഇവിടെ നമുക്ക് ഹാളിൽ ഇവിടെ സെൻട്രൽ ലൈറ്റ് ഇല്ല, നമുക്ക് ഇങ്ങനത്തെ ലാമ്പ് മാത്രമേ ഉള്ളൂ, കണ്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ലൈറ്റ് കുറച്ച് കുറവാണ്. അപ്പോൾ ക്ലാരിറ്റി ഒക്കെ എങ്ങനെയൊന്നും എനിക്കറിയില്ല, ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ റൂമിൽ സെറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ മെസ്സാവും, അതുകൊണ്ടാണ് പിന്നെ റൂമിൽ സെറ്റ് ചെയ്യാതിരുന്നത്. എന്തായാലും ചെറിയ പരിപാടി, നമ്മളെ പരിപാടി. ഇറ്റ്സ് വെരി സിമ്പിൾ ആൻഡ് ഐ എം ഡൂയിങ് ദിസ് ഇസ് ഫോർ ദ വെരി 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 ഫസ്റ്റ് ടൈം. അതിൻ്റേതായിട്ടുള്ള എല്ലാ പാളിച്ചകളും ഉണ്ടാവും. വിത്ത് മിനിമം റിസോഴ്സ് നമുക്ക് കുറച്ചും കൂടിയൊക്കെ അടിപൊളിയായിട്ട് ഭാവിയിൽ ഒക്കെ ചെയ്യാം. ആൻഡ് ഞാനപ്പോൾ ക്യാമറ ആംഗിളൊക്കെ എവിടെ വെക്കണം, ഇവിടുന്ന് എവിടെ വെച്ചാൽ എന്തൊക്കെ കാണും, ലൈക്ക് ആ ഒരു വൃത്തിയേടില്ലാതെ എന്തെങ്കിലുമൊക്കെ എങ്ങനെയൊക്കെയാണ് അതിൻ്റെയൊക്കെ പരിപാടികളൊക്കെ ജസ്റ്റ് നോക്കട്ടെ. അപ്പോൾ ഇനി കാക്കു വന്നിട്ട് കാണാം.
സർപ്രൈസ്. ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് എനിക്ക് നല്ലൊരു ഗിഫ്റ്റ് സമ്മാനിച്ചത് സന്തോഷമാണ്. താങ്ക് യു വെരി മച്ച്. വെൽക്കം. അയ്യോ വീഡിയോ വെറുതെ എടുക്കേണ്ടത് ഓറിയതുകൊണ്ടല്ലേ എടുത്തത്. അത് നിങ്ങൾ എത്ര മാർക്കുണ്ട്? അത് എനിക്ക് വേറെ പിന്നെ പോയി വാങ്ങാൻ സമയം ഉണ്ടാവില്ലെന്ന് എത്തിയിട്ട്. അപ്പൊ ഒന്ന് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ക്ലിങ് 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 എന്ന് പറഞ്ഞ ശബ്ദം കേട്ടില്ല ഞാൻ പേയ്മെന്റ് ചെയ്തത്. ഒരു മിനിറ്റ്. എങ്ങനെ ഉണ്ടായിരുന്നു സർപ്രൈസ്? സൂപ്പർ സർപ്രൈസ് ഗായ്സ്. ശരിക്കും നെറ്റിപ്പോയി. വാലന്റൈൻസ് ഡേ ആയിട്ട് സർപ്രൈസ് തന്നതാണ്. കഴിഞ്ഞ വാലന്റൈൻസ് ഡേക്ക് ഞാനാണ് സർപ്രൈസ് കൊടുത്തത്. പക്ഷെ ഇപ്രാവശ്യം സാമ്പത്തിക പ്രശ്നം കാരണം എനിക്ക് ഇങ്ങോട്ടാണ് സർപ്രൈസ് തന്നത്. ഞാൻ വിചാരിച്ചു കാക്കു ഭയങ്കര എക്സ്പ്രഷൻ ഇട്ട് ചാകുന്നു. പക്ഷെ കാക്കൊരു എക്സ്പ്രഷൻ ഇട്ടില്ല. വേസ്റ്റ് ഓഫ് മണി. എവിടെ പോ എടുത്തു. എന്നാ താങ്ക് യു വെരി മച്ച്. എന്തത്തെ കാക്കോ വഷളാക്കണ മനുഷ്യന്. ഷർട്ട് ഇതും ഷർട്ട് കുറേ ഉണ്ടല്ലോ. എല്ലാത്തിന്റെയും പൈസ എനിക്ക് തന്നോണ്ടിട്ടോ. Finally I got it guys. എന്ത് സമ്മാനം. എല്ലാ ഭാര്യമാരും ഇങ്ങനെ എന്റെ ഭാര്യയെ കണ്ടു. അയ്യോ കഷ്ടം. ഇങ്ങനെ കൈ നിറയെ സമ്മാനങ്ങളൊക്കെ തന്നു. ഇത് പൊളിച്ചു. This one I love it. It's going to be great. അടിപൊളി. ടീഷർട്ട് ഒക്കെ ഉണ്ടോ? അത് രണ്ടെണ്ണം എനിക്കാ. എനിക്കിടാൻ വേണ്ടി വാങ്ങിയതാണ്. അതൊക്കെ കാക്കു വെറും ഡമോ ആണ്. ഡമോ. എന്നാ നീ കേക്ക് കട്ട് ചെയ്തോ. ഇതൊക്കെ കേക്ക്. മഫിനാണ് മഫിൻ. കാക്കു കട്ട് ചെയ്തോ.